ഇന്നത്തെ റെസിപ്പി കക്കോരട്ടി. കക്കോരട്ടിക്ക് കുഞ്ഞിപ്പത്തലെന്നും കുഞ്ഞിപ്പത്തിരിയെന്നും ഒക്കെ പറയാറുണ്ട്. സ്വാദിഷ്ടമായ ഈ ഒരു ഡിഷ് ഡിന്നറായും ഈവനിങ് സ്നാക്കായും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതുണ്ടാക്കാനായി നമുക്ക് ആദ്യം വേണ്ടിയുള്ളത് അരിപ്പൊടിയാണ്. അത് ഞാൻ അജ്മി സ്പെഷ്യൽ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരിപ്പൊടി ആയാലും യൂസ് ചെയ്യാം. ഇതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി. അജ്മി പൊടി എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അടുത്തതായി ഇതിലേക്ക് ആവശ്യം നമ്മുടെ തേങ്ങയും വലിയ ജീരകവും 2-3 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ചതച്ചതാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ഒരുപാട് അരഞ്ഞു പോകണ്ട, അഥവാ അരയാൻ പാടുണ്ടെങ്കിൽ ശകലം വെള്ളം തളിച്ച് കൊടുത്ത് അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അതാണ് അടുത്തതായിട്ടുള്ള വേണ്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുഞ്ഞു അരിഞ്ഞിട്ടുള്ള കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും പച്ചമുളക് 2 4ആയി കീറിയതാണ് ആവശ്യം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാള 2ആയി കുനുകുന ചോപ്പ് ചെയ്തിട്ടുള്ള സവാള എടുക്കാം. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ കറിവേപ്പില, മല്ലിയില, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു നാരങ്ങ. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ചിക്കനാണ്. അത് ഞാൻ ബ്രസ്റ്റ് പീസ് ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി ഞാനിവിടെ അരിപ്പൊടിയിനകത്ത് ഒരു കുറച്ച് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ഞെവിടിയെടുക്കുകയാണ്. അതായത് മിക്സ് ചെയ്യുകയാണ്. അരിപ്പൊടിയും ഉപ്പും തമ്മിൽ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, അത്യാവശ്യം നന്നായിട്ട് ആ ഉപ്പ് എല്ലായിടത്തും ആവണം. പിന്നെ നമ്മൾ കുറച്ച് തിളച്ച വെള്ളം, അത് ക്വാണ്ടിറ്റി പറയുന്നില്ല, നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും ഇഡലിയല്ല നമ്മുടെ ഒറട്ടിയുടെയും അതിനെക്കാട്ടിയും കുറച്ച് ലൂസായിട്ടായിരിക്കണം ഇത് മാവിനകത്ത് വെള്ളം തളിച്ച് നമ്മൾ ഇതാക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ നേരത്തെ മിക്സ് ചെയ്തില്ലേ, ആ സമയത്ത് തന്നെ ഈ തേങ്ങയുടെ ആ അരച്ച് വെച്ചിരിക്കുന്ന സംഭവം കൂടെ ചേർത്തിട്ടാണ് നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നത്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അതിനകത്ത് കിടന്നാലും പ്രശ്നമില്ല. അടുത്തതായി നമ്മളൊരു പാനിലേക്ക് കുറച്ച് വലിയ ജീരകം, പിന്നെ അത് ചെറിയ ജീരകത്തിൻ്റെ കേസേ വരുന്നില്ല, വലിയ ജീരകം നമ്മൾ കുറച്ച് ഇടുക. ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് ചെറിയ ജീരകം നമ്മൾ പാനിലേക്ക് ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ അരിമണി ഇടാം, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനല്ല. പിന്നെ അതിലേക്ക് 3 നമ്മുടെ ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അത് നമ്മുടെ വറുത്തരച്ച കറിയിലൊക്കെ ചെയ്തില്ലേ, അതുപോലെ നമ്മളത് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നേരത്തെയുള്ള ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് കുഞ്ഞു ഉരുളകളായി എടുത്ത് തള്ളവിരൽ നടുക്ക് പ്രസ് ചെയ്ത് ഇവിടെ നമ്മൾ ഒരിതിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച് ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആ അരിപ്പൊടി എടുത്തതിൽ ഇത്രയും കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഇതിൽ എള്ളും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ അത് എള്ള് ചേർത്തിട്ടില്ല, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ചേർത്താലും പ്രശ്നമില്ല, ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ചേർത്താൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ എനിക്ക് എള്ള് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി ചെറുതായിട്ട് മൂത്ത് വന്ന തേങ്ങയിലേക്ക് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് കുറച്ചു നേരം കൂടെ ഒന്ന് ഇട്ടാൽ മതി. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം അതായത് നമുക്കിത് ചിക്കൻ വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന അത് നമ്മൾ ഇഡ്ഡലി കൊട്ടത്ത് വെച്ച് പുഴുങ്ങിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഒണിയൻ ചോപ്പ് ചെയ്തതുണ്ടല്ലോ, അത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 ഒണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മസാല അതിൽ വേണോ, കോട്ട് ചെയ്തിരിക്കണോ അത്രയും എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് ഇത്രയും എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മുടെ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്തിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇപ്പോൾ വഴറ്റിയെടുത്തേക്കാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, എന്നാലേ നമ്മൾ അതിനകത്ത് ചിക്കൻ ചേർത്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അതായത് ഇതിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്ന് ഒരു വെള്ളം ഇങ്ങനെ ഇറങ്ങണം. പിന്നെ അത് നല്ല വഴറ്റിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മസാല എല്ലാം കൂടെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതിൽ ചിക്കൻ ഇട്ടതിന് ശേഷം അതിൽ വെള്ളം ഊറി വന്ന പരുവാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് ഇതിനകത്ത് ചിക്കനിലൊക്കെ പിടിച്ച് ഈ ചിക്കൻ നല്ല വേകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ നമ്മൾ ആ നേരത്തെ ആ ഉള്ളിയിലുണ്ടല്ലോ, ആ ഉള്ളിയിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ചേർത്തത്. ഇനി നമ്മുടെ കക്കോ റൊട്ടികൾ, പുഴുങ്ങി അവിച്ച് വെച്ചിരിക്കുന്ന കക്കോ റൊട്ടികൾ നമ്മളിതിനകത്തേക്ക് ചേർക്കണം. ഇപ്പം അവിച്ച കക്കോ റൊട്ടി ആയതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ഇതില്ല, വേവാനൊന്നുമില്ല. എന്നാലും നമ്മുടെ ആ ഒരു മിക്സി കിടന്നത് മിക്സായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ കക്കോ റൊട്ടി. നമ്മുടെ സിമ്പിൾ മലബാർ റെസിപ്പിയാണ്. മലബാർ റെസിപ്പി അതായത് നമ്മുടെ സൽക്കാരത്തിനും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. ട്രൈ ഔട്ട് ചെയ്യുക, എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. കാര്യം നമ്മളിപ്പം ഒറട്ടി ചിക്കൻ കറിയൊക്കെ കഴിക്കുന്നതിലും ഭേദം ഒത്തിരി കിടന്ന് നമ്മൾ പരത്തണ്ട. നമ്മളിപ്പം ഒരട്ടിയായാലും ഒരുപാട് കിടന്ന് പരത്തേണ്ടി വരും. പക്ഷേ ഈ ഒരു റെസിപ്പി ആകുമ്പോഴത്തേക്കും നമുക്ക് കുഴപ്പമില്ല, ഉരുട്ടി ഉരുട്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബൈ ബൈ.